നിൽക്കുന്ന സജ്ജനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇരിക്കുന്ന ആരുടെയും ദർശനത്തിന് തടസ്സമായിട്ട് യജ്ഞശാലയിൽ നിൽക്കാതിരിക്കാൻ. വളരെ ഒതുങ്ങി ഒരു ഭാഗത്ത് നിൽക്കേണ്ടവര് എല്ലാവരും ഭഗവാന്റെ ആ വിവാഹ മഹോത്സവം കാണാൻ വളരെ ഭക്തിയോടെ എത്രയോ സമയമായിട്ട് വന്ന് കാത്തിരിക്കുന്നതാണ്. ഒരാളുടെ ദർശനത്തിന് പോലും തടസ്സം വരുത്താതെ ആ ചടങ്ങുകൾ നടക്കട്ടെ. ഇന്നലെ ഈ സമയമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായി നമ്മുടെ യജ്ഞശാലയിൽ അവതരിച്ചത്. പരിപൂർണാവതാരം. ആ ഭഗവാൻ അമ്പാടിയിലും വൃന്ദാവനത്തിലുമായി തന്റെ ബാലലീലകൾ മുഴുവനായി യശോദാമ്മയുടെ നന്ദഗോപരുടെ പുത്രനായി ജീവിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞു, ഒരു 3 മണിയോടുകൂടിയൊക്കെ നമ്മൾ കേട്ടു തുടങ്ങി, തന്റെ ജന്മദേശമായ മധുരയ്ക്ക് കൃഷ്ണൻ തിരിച്ചുപോയി. അക്രൂരൻ എന്ന പേരായ കംസന്റെ മന്ത്രിയോടൊപ്പം മധുരാപുരിയിൽ ചെന്നു കംസവധം ഉൾപ്പെടെയുള്ള തന്റെ ലീലകൾ അവിടെ ഭംഗിയായിട്ട് ആടി. കാരാഗ്രഹത്തിൽ നിന്ന് അച്ഛനമ്മമാർക്ക്, ദേവകി വസുദേവന്മാർക്ക് മോചനം വരുത്തി. കൃഷ്ണന്റെ ഉപനയന കർമ്മം നടന്നു. അതിനുശേഷം യദുക്കളുടെ ആചാര്യൻ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ പോയി 64 ദിവസം അവിടെ ജീവിച്ചുകൊണ്ട് ഒരു ഗുരുനാഥന്റെ ഉള്ളിൽ ഏതെല്ലാം അറിവുകളുണ്ടോ അതെല്ലാം കൃഷ്ണരാമന്മാര് നേടിയെടുത്തു. വിദ്യാഭ്യാസത്തിനായി കൃഷ്ണരാമന്മാർ 64 ദിവസമേ എടുത്തുള്ളൂ എന്നാണ്. ഗുരുവിന്റെ നഷ്ടപ്പെട്ട പുത്രനെ യമലോകത്ത് ചെന്ന് വീണ്ടെടുത്തുകൊണ്ടുവന്നു, ഗുരുദക്ഷിണ സമർപ്പിച്ചു. അപ്പൊ വളരെ അത്ഭുതകരമാണ് ഭഗവാന്റെ വിദ്യാഭ്യാസം, അതിലും അത്ഭുതകരമാണ് ഗുരുദക്ഷിണ. യമലോകത്ത് നിന്ന് ഗുരുപുത്രനെ നേടിയെടുത്തു, ഗുരുവിന് ദക്ഷിണയായി സമർപ്പിച്ചു. ഇനി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് ഗൃഹസ്ഥാശ്രമം. കൃത്യമായി ഭഗവാൻ അത് അനുഷ്ഠിക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ ദശമസ്കന്ധം ഉത്തരാർദ്ധം എന്ന ഭാഗത്താണ് ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം ഭംഗിയായി വർണ്ണിക്കുന്നത്. ദ്വാരകാലീലകളിലാണ് രുക്മിണീ സ്വയംവരം. മധുരാലീല അവസാനിപ്പിച്ച് കൃഷ്ണൻ ദ്വാരക എന്നൊരു പുതിയ പുരിയിലേക്ക് എത്തിച്ചേർന്നു. എന്തുകൊണ്ട് കൃഷ്ണൻ മധുരയെ വീണ്ടും ഉപേക്ഷിച്ചു? അതൊരു ചോദ്യമാണ്. ജനിച്ച നിമിഷം മധുര വിട്ടുപോയ കൃഷ്ണൻ 12ാമത്തെ വയസ്സിൽ തിരിച്ച് ജന്മദേശത്ത് വന്നതാണ്. കുറച്ചു കാലമേ മധുരയിൽ ജീവിച്ചുള്ളൂ. വീണ്ടും അവിടുന്ന് പുറപ്പെട്ടു. അവിടെയാണ് കൃഷ്ണാവതാരത്തിലെ സമർപ്പണ ലീലകളൊക്കെ വർണ്ണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു സംശയം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ജന്മദേശത്തിനൊരു പ്രത്യേകതയില്ലേ? ഏതെങ്കിലും ഒരു ദേശം പോലാണോ ജന്മദേശം? ഇപ്പൊ രാമായണ കാലമാണ്. നമ്മൾ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ രാമകഥ പാരായണം ചെയ്ത് കേൾക്കുന്നു. രാമായണത്തില് ലക്ഷ്മണസ്വാമിയോട് ഭഗവാൻ രാമചന്ദ്രസ്വാമി പറയും, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസ്യ. സ്വർണമയമായ ലങ്കാപുരി കാണുമ്പോ ഒരു നിമിഷം ലക്ഷ്മണൻ ചിന്തിക്കും, ഇനി അയോധ്യയ്ക്ക് തിരിച്ചു പോണോ? ഈ ലങ്കയിൽ തന്നെ ഇനി ജീവിച്ചാ പോരെ? രാമചന്ദ്രസ്വാമിയോട് ചോദിക്കുമ്പോ പറയും, അങ്ങനല്ല, ജന്മദേശത്തിന് മഹത്വമുണ്ട്. ജന്മം തന്ന അമ്മയും ജന്മഭൂമിയും അത് മഹത്തരമാണ് എന്ന്. പിന്നെ എന്തുകൊണ്ട് കൃഷ്ണൻ അത് ഉപേക്ഷിച്ചു? അതിന്റെ കാരണങ്ങളാണ് ദശമസ്കന്ധത്തിന്റെ ഉത്തരാർദ്ധത്തിൽ പറഞ്ഞത്. കംസമഹാരാജാവിന്റെ ഭാര്യമാരായിരുന്നു അസ്ഥിയും പ്രാപ്തിയും. ആ അസ്ഥിയുടെയും പ്രാപ്തിയുടെയും പിതാവാണ് ജരാസന്ധ മഹാരാജാവ്, മഗധദേശത്തെ രാജാവ്. കൃഷ്ണൻ കംസനെ വധിച്ചു എന്നതിന്റെ പേരില് തന്റെ 2 പുത്രിമാർക്കും അക്കാലത്തിൽ വൈധവ്യ ദുഃഖം ഉണ്ടാക്കി എന്നതിന്റെ പേരിൽ
കൃഷ്ണനോട് വലിയ ശത്രുതയിലായി ജരാസന്ധൻ. ഒരു തവണയല്ല 17 തവണ തുടർച്ചയായിട്ട് കൃഷ്ണനോട് യുദ്ധം ചെയ്തു, തോറ്റു, തിരിച്ചുപോയി. ഓരോ തവണയും 23 അക്ഷോഹിണി എന്ന വലിയൊരു സൈന്യസംഖ്യയുമായിട്ടാണ് ജരാസന്ധൻ മഥുരയെ കൃഷ്ണരാമന്മാരെ ആക്രമിച്ചതെന്നത്. എന്തിനാണോ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത്, അത് ജരാസന്ധന്റെ സഹായം കൊണ്ട് ഭഗവാൻ എളുപ്പത്തിൽ ചെയ്തു. എന്തിനായിരുന്നു ഭഗവാന്റെ കൃഷ്ണാവതാരം? ഇന്നലെ നമ്മളിവിടെ പറഞ്ഞു, ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണ്. ദുഷ്ടന്മാര് ഭൂമിയിൽ കൂടി കൂടി വരുന്നു. ഭൂമിദേവി ചെന്ന് പ്രാർത്ഥിച്ചു, എന്റെ ഭാരം കുറയ്ക്കണേ. അപ്പൊ ദുഷ്ടനാശം വരുത്തുക എന്ന തന്റെ ലീല ജരാസന്ധന്റെ കൂടി സഹായം കൊണ്ട് വേഗത്തിൽ ഭഗവാൻ ചെയ്തു. 17 തവണ യുദ്ധം ചെയ്തു തോറ്റ ജരാസന്ധൻ 18ാമത്തെ തവണ യുദ്ധത്തിന് ഒരുങ്ങി വരുമ്പോൾ ജരാസന്ധനോടൊപ്പമുള്ളത് ദുഷ്ടന്മാരല്ല എന്നറിഞ്ഞ കൃഷ്ണൻ യുദ്ധത്തിന് നിന്നില്ല. പകരം സമുദ്രത്തിന്റെ നടുക്ക് മുങ്ങിക്കടന്നതായ ഒരു പുരിയെ ഭഗവാൻ ഉയർത്തിയെടുത്തു. ദേവശില്പിയായ വിശ്വകർമാവിന്റെ സഹായത്തോടുകൂടി കുശസ്ഥലി എന്നറിയപ്പെട്ടിരുന്ന പഴയ പട്ടണം ഭഗവാൻ ഉയർത്തിയെടുത്തു. അതിന്റെ ജീർണതകളൊക്കെ മാറ്റി. എന്നിട്ട് ആ പുരിക്ക് ഭഗവാൻ കൊടുത്ത പേര് ദ്വാരക എന്നായിരുന്നു. ആ ദ്വാരകാപുരിയിലാണ് ഭഗവാൻ തന്റെ ശ്രേഷ്ഠമായിരിക്കുന്ന എല്ലാ ലീലകളും ആടിയതെന്നാണ്. രുക്മിണി സ്വയംവരം അതിലേറ്റവും പ്രധാനവുമാണ്. കൃഷ്ണന്റെ വിവാഹമാണ് വളരെ പ്രാധാന്യം. ഇന്ന് എല്ലാവരും കാണാനും കേൾക്കാനും ആഗ്രഹിച്ചിരിക്കുന്നത് കൃഷ്ണന്റെ വിവാഹമാണ്. എന്നാൽ കൃഷ്ണന്റെ വിവാഹത്തിന് മുന്നേ ഒരു വിവാഹം പറഞ്ഞു, ബലരാമസ്വാമിയുടെ വിവാഹം. ആനർത്തം എന്ന ദേശത്തെ രാജാവ് രൈവതന്റെ പുത്രി രേവതിയെയാണ് ബലഭദ്രസ്വാമി വിവാഹം ചെയ്തത്. ആനർത്തം എന്ന പേരായൊരു ദേശം. അവിടുത്തെ രാജാവിന് രൈവതൻ എന്നായിരുന്നു പേര്. അതിസുന്ദരിയായൊരു മകളുണ്ട് രേവതി. രേവതിക്ക് വിവാഹ ലോകത്തിലുള്ള ഏതൊരച്ഛനും ആഗ്രഹിക്കും പോലെ രൈവതനും ആഗ്രഹിച്ചു. എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരാളാവണം. പല പല രാജകുമാരന്മാരുടെയും മുഖം മനസ്സിൽ വരുന്നുണ്ട്. പോരാ, ഇതിലും യോഗ്യതയുള്ള ആളാരുണ്ട്? അന്വേഷണമായി. ഒരു ഉത്തരം കിട്ടാതെ രൈവതൻ മകളെയും കൂട്ടി ബ്രഹ്മലോകത്തിൽ ചെന്നു ബ്രഹ്മദേവന്റെ അഭിപ്രായം പറയാൻ. പക്ഷെ അവിടെ ചെന്ന ഉടനെ ബ്രഹ്മാവിനെ മുഖം കാണിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് സെക്കൻഡുകൾ, കുറച്ച് മിനിറ്റുകൾ ബ്രഹ്മലോകത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. ഭാഗവതം പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ കാലക്കണക്കല്ല ദേവലോകത്തിലെ കാലത്തിന്റെ കണക്കല്ല, പിതൃക്കളുടെ ലോകത്തില്, ഇതൊന്നുമല്ല ബ്രഹ്മലോകത്തില്, ഒക്കെ വ്യത്യാസമാണ്. ബ്രഹ്മലോകത്തിലെ ഒരു മിനിറ്റ് എന്നതുകൊണ്ട് ഭൂമിയിൽ അനേക 1000 വർഷങ്ങൾ കടന്നുപോയി. രൈവതൻ അറിഞ്ഞില്ല. ബ്രഹ്മാവിനെ ചെന്ന് കണ്ട ആവശ്യം പറഞ്ഞു. പുഞ്ചിരിയോടെ ബ്രഹ്മദേവൻ പറഞ്ഞു, രൈവത, അങ്ങ് മകൾക്ക് വരനായി മനസ്സിൽ കണ്ട രാജാക്കന്മാരും അവരുടെ വംശവും ഭൂമിയിൽ നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദ്വാപരം എന്ന പേരായൊരു പുതിയ യുഗമാണ്. ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. ആ കൃഷ്ണനെ അവതാരലീലകളിൽ സഹായിക്കാൻ അനന്തൻ ബലരാമനായിട്ടും ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അനന്താംശമായ ബലരാമനാണ് അങ്ങയുടെ മകൾക്ക് യോഗ്യനായ വരൻ. ഇത് കേൾക്കേണ്ട താമസം രൈവതൻ മകളോടൊപ്പം ദ്വാരകയിലെത്തി. ഏറ്റവും അടുത്ത ശുഭമായ മുഹൂർത്തത്തില് ബലഭദ്രസ്വാമിക്ക് രേവതിയെ വിവാഹം ചെയ്തു കൊടുത്തു. ബലരാമന്റെ വിവാഹം വർണ്ണിച്ചതുപോലെ ഭാഗവതം കൃഷ്ണന്റെ വിവാഹവും ഒരൊറ്റ ശ്ലോകത്തിൽ പറയും. വിദർഭ രാജ്യത്തെ രാജാവ് ഭീഷ്മകന്റെ പുത്രി രുക്മിണീ ദേവിയെ രാക്ഷസേന വിധാനേന ഉപയേമ.
കൃഷ്ണൻ വിവാഹം ചെയ്തു എന്നല്ല പറഞ്ഞത്, രാക്ഷസീയ വിധാനത്തിൽ വിവാഹം ചെയ്തു എന്ന് എടുത്തു പറഞ്ഞു. കഥ കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിന് സംശയമായി എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. വിവാഹത്തിലെ ഉത്തമമായ സമ്പ്രദായമല്ല രാക്ഷസീയം. പ്രാജാപത്യമെന്നും അതുപോലെ സ്വയംവരമെന്നും പല വിവാഹ സമ്പ്രദായങ്ങളുണ്ട്. ഗാന്ധർവം, ഇതൊക്കെ ഉത്തമ സമ്പ്രദായങ്ങളാണ്. പൈശാചികം, രാക്ഷസീയം, ആസുരീയം എന്നൊക്കെയുള്ള വിധി വിവാഹത്തില് നല്ലതല്ല. എന്തുകൊണ്ട് പിന്നെ കൃഷ്ണൻ രുക്മിണിയെ ആ വിധാനത്തില് വിവാഹം ചെയ്തു? ഏതവതാരത്തിലും വിഷ്ണുവിനുള്ളതാണ് ലക്ഷ്മി. പിന്നെ ഈ പൂർണ്ണാവതാരത്തിൽ മാത്രം അതിന് തടസ്സം എന്തുണ്ടായി? ആ തടസ്സങ്ങളെ കൃഷ്ണൻ എങ്ങനെ അതിജീവിച്ചു രുക്മിണിയെ വിവാഹം ചെയ്തു? കഥ വളരെ വിസ്തരിച്ചാണ് ഭാഗവതം പറയുന്നത്. ആ കഥയിലേക്ക് ഒന്നും തന്നെ നമ്മളിപ്പോ പോകുന്നില്ല. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, 40ാമത് വർഷം നമ്മൾ ഈ ഭഗവാന്റെ വിവാഹ കഥ കേൾക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ സ്വയംവര കഥയെന്നല്ല, കൃഷ്ണാവതാര കഥ എല്ലാവർക്കും ഹൃദിസ്ഥമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതുകൊണ്ട് കഥ പറഞ്ഞ് നമുക്ക് സമയം കളയേണ്ടതില്ല. മാത്രമല്ല, ക്ഷേത്രത്തിലെ ദീപാരാധനകളുടെ സമയവും ആയി വരുന്നു. നമുക്കതൊരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിദർഭ രാജകുമാരി രുക്മിണി, ഭീഷ്മകന്റെ പുത്രി. 5 പുത്രന്മാർക്ക് ശേഷം ഭീഷ്മകന് വന്ന് ജനിച്ചവളാണ് രുക്മിണി. രുക്മിണിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും ഒറ്റ വാക്കിൽ തന്നെ ഭാഗവതം പറഞ്ഞു, സ്വസാ സതി. പാർവതീദേവിക്ക് തുല്യയായിരുന്നു രുക്മിണി. ആ ഒരു ഉപമയിലുണ്ട് രുക്മിണിയുടെ ഗുണങ്ങളൊക്കെ. ലോകത്തിൽ ഏത് കാലത്തും ജീവിക്കുന്ന സ്ത്രീകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു സ്ത്രീരത്നമാണ് പാർവതീദേവി. സൗന്ദര്യം സ്ത്രീകൾക്ക് പ്രധാനമാണെങ്കിലും അതുപോലെ അതിലധികം പ്രാധാന്യമാണ് ശീലഗുണം. ഇത് രണ്ടും പാർവതീദേവിയിലുള്ളതുപോലെ രുക്മിണിയിൽ ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതല് കൃഷ്ണകഥകൾ കേട്ട് വളർന്നവളാണ്. അച്ഛനോടൊപ്പം രുക്മിണി രാജസദസ്സിലിരിക്കുമ്പോൾ അവിടെ ശ്രീനാരദനെ പോലുള്ള ഋഷീശ്വരന്മാര് ലോകസഞ്ചാരം നടത്തി വരും. അവര് പറയുന്ന കൃഷ്ണകഥകൾ കേട്ട് രുക്മിണിയുടെ മനസ്സ് കൃഷ്ണനിൽ ലയിച്ചു. ഇനി തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ഒരു തിരിച്ചറിവുണ്ടായ പ്രായമായപ്പോൾ രുക്മിണി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ്, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് കൃഷ്ണനോടൊപ്പം മാത്രമായിരിക്കും. അച്ഛനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ സഖിമാരോടോ ആരോടും രുക്മിണി തന്റെ മനസ്സ് തുറന്നു പറഞ്ഞില്ല. ആ ആഗ്രഹം എന്നും ഭരദേവതകളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രദേശത്തെ സജ്ജനങ്ങൾക്ക് കരനാഥനായ നമ്മുടെ ദേവങ്കൽ ഭഗവാൻ എങ്ങനാണോ, പുതിയകാവിലെ അമ്മ എങ്ങനാണോ, ധർമ്മശാസ്താവ് എങ്ങനാണോ, അതുപോലെ വിദർഭ രാജ്യത്തെ ജനങ്ങൾക്ക് കുലദൈവമായിട്ട് ഒരു പാർവതീ ക്ഷേത്രമുണ്ട്. പരമശിവനോടൊപ്പം പാർവതീ ദേവി കുടികൊള്ളുന്ന ക്ഷേത്രം. അവിടെ എന്നും രുക്മിണി ദർശനം നടത്താൻ ചെല്ലും. ചെന്നാൽ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, നമസ്യേ ത്വാംബികേ ഭീഷ്മം സ്വസന്താനയുതാം ശിവാം ഭൂയാത്പതിർമേ ഭഗവാൻ കൃഷ്ണസ്ത്വതനുമോദദാ. കൃഷ്ണൻ എനിക്ക് പതിയായി തീരണം, അതിനനുഗ്രഹിക്കണേ മഹാദേവ മഹാദേവി. നിരന്തരം പ്രാർത്ഥിക്കുക. ഒരു ദിവസമായിരുന്നില്ല, എന്നും നടത്തിയ പ്രാർത്ഥനയാണ് രുക്മിണിക്ക് കൃഷ്ണനെ നേടിക്കൊടുത്തത്. അപ്പൊ നിരന്തരമായ പ്രാർത്ഥന, ആശ്രയം. അതിനാണ് ആചാര്യന്മാരൊരു പേര് പറയും, ഉപാസന. ഒരു ദേവിയോട്, ഒരു ദേവനോട് ഉപാസന നമ്മൾ ചെയ്താല്
നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് സാധ്യമാക്കി തരും. എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് നേടിത്തരും എന്നാണ്. ഇവിടെ രുക്മിണി പോലും അറിയാതെ രുക്മിണിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. കൃഷ്ണനുമായിട്ടല്ല, ചേതിരാജാവ് ശിശുപാലനുമായിട്ട്. അതിനി കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വന്നപ്പോഴാണ് രുക്മിണി ഈ വാർത്ത അറിയുന്നതും പൊട്ടിക്കരയുന്നതും. യാദൃച്ഛികമെന്നതുപോലെ അവിടെ എത്തിച്ചേർന്ന ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ രുക്മിണി ഒരു സന്ദേശം കൊടുത്തയക്കുന്നതും. രുക്മിണിയുടെ മനസ്സ്, രുക്മിണിയുടെ സന്ദേശം അത് വായിച്ച് കേട്ടറിഞ്ഞ ഭഗവാൻ ആ നിമിഷം തന്നെ ബ്രാഹ്മണനോടൊപ്പം വിദർഭ രാജ്യത്തേക്ക് പുറപ്പെട്ടു. വിവാഹ ദിവസം രാവിലെ പതിവുള്ള ഭരദേവതാ ദർശനം നടത്തി തിരിച്ച് ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്ന രുക്മിണിയെ കൈപിടിച്ച് രഥത്തിലേക്ക് ഭഗവാൻ സ്വീകരിക്കുന്നു. ഭാഗവതത്തില് രുക്മിണിയെ കൃഷ്ണൻ സ്വീകരിക്കുന്ന ആ വരി ശൃഗാലമദ്യാത് ഇവഭാഗഹൃദ്ഹരി, ചെന്നായ കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് സിംഹം അതിനർഹതപ്പെട്ട ഇരയെ സ്വീകരിക്കും പോലെ എന്നൊരു പ്രയോഗം. ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. ചെന്നായകളുടെ നടുവിൽ നിന്ന് സിംഹം അതിന്റെ ഇരയെ ഗ്രഹിക്കുന്നത് പോലെ രുക്മിണിയെ കൈപിടിച്ച് രഥത്തിലേക്ക് ആനയിച്ച് ദ്വാരകയ്ക്കുള്ള പ്രയാണം. രുക്മിണിയുടെ സന്ദേശത്തിന്റെ മഹത്വം, രുക്മിണിയുടെ പ്രാർത്ഥന, ഭക്തി, ഇതൊക്കെ കൃഷ്ണനെ നേടിക്കൊടുത്തു എന്നാണ്. രുക്മിണി സ്വയംവരം കഥയ്ക്ക് ഒരു തത്വം കൂടി പറയാനുണ്ട്. അതുകൂടി സൂചിപ്പിച്ച് നമുക്ക് സ്വയംവര വരിയിലേക്ക് കടക്കാം. വിവാഹത്തിന്റെ ഈ വലിയ ആഘോഷങ്ങളും കഥയുടേതായ വലിയ ആവരണങ്ങളും ഒക്കെ മാറ്റിയ ഭാഗവതത്തിലെ എല്ലാ കഥകൾക്കും ഉള്ളതുപോലൊരു തത്വം പറഞ്ഞു തരാനുണ്ട്. ജീവാത്മാവായ രുക്മിണി പരമാത്മാവായ കൃഷ്ണനിൽ ലയിച്ചു എന്നതാണ് രുക്മിണി സ്വയംവരം.